നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധാവസ്ഥയും ആഗോള ഊർജ്ജ രാഷ്ട്രീയവും ഒരുമിച്ച് ചേരുന്ന അപൂർവ ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. മാസങ്ങളോളം ഇന്ത്യയെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മർദ്ദം ചെലുത്തിയ അമേരിക്ക ഇപ്പോൾ അതേ രാജ്യങ്ങളോട് തന്നെ റഷ്യൻ എണ്ണ വാങ്ങാൻ അപേക്ഷിക്കുന്നു എന്നതാണ് അതിന്റെ ആരോപണം. അതിനു പുറമെ മറ്റൊരു അതീവ ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ നയതന്ത്ര പ്രതിച്ഛായയെ ബാധിക്കുന്ന പ്രസ്താവനയുമായി ഇറാൻ രംഗത്ത് വന്നു എന്നുള്ളതാണ്. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ ഇന്ത്യയെ അമേരിക്ക മാസങ്ങളോളം ബുദ്ധിമുട്ടിച്ചെന്നും ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക രാജ്യങ്ങളോട് കെഞ്ചുന്നു എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി പറയുന്നുണ്ട്. യുദ്ധത്തെ പിന്തുണച്ചാൽ റഷ്യക്കെതിരെ അമേരിക്കൻ പിന്തുണ കിട്ടുമെന്ന് യൂറോപ്പ് വ്യാമോഹിച്ചെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പരിഹാസമുണ്ട്. ഈ പ്രസ്താവന സാധാരണമായ ഒരു രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല, മറിച്ച് അതിന് പിന്നിൽ ഇറാന്റെ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യവും ശക്തമായ പ്രചരണ തന്ത്രവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇറാൻ ഈ പ്രസ്താവനയിലൂടെ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം വെളിപ്പെടുത്തുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു ശേഷം അമേരിക്കനും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അതിന്റെ ഭാഗമായാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് അവർ സമ്മർദ്ദം ചെലുത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ആഗോള എണ്ണവില കുത്തനെ ഉയർന്നപ്പോൾ അമേരിക്ക തന്നെ ചില രാജ്യങ്ങൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ താൽക്കാലിക അനുമതി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ മാറ്റം ഇറാൻ വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. അമേരിക്ക സ്വന്തം താല്പര്യത്തിനായി നയം മാറ്റുന്നു എന്ന സന്ദേശം ലോകത്തേക്ക് നൽകുകയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇറാന്റെ പ്രസ്താവനയിൽ ഇന്ത്യയെ പ്രത്യേകം പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പോലും ഇറാൻ ഇന്ത്യക്ക് ചില ഇളവുകൾ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ LPG കപ്പലുകൾക്ക് കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയതും അതിന്റെ ഉദാഹരണമാണ്. ഇതൊരു നയതന്ത്ര സന്ദേശമാണ്. അതായത് ഇന്ത്യയെ ഇറാൻ ശത്രുവല്ലാത്ത ശക്തിയായി കാണുന്നു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദം ചെറുത്തു നിൽക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു. ഭാവിയിൽ ഊർജവും വ്യാപാരവും ഉൾപ്പെടുന്ന സഹകരണത്തിന് അടിത്തറ ഒരുക്കുന്നു എന്നിങ്ങനെ വേണം അമേരിക്കയുടെ ഈ നടപടിയെ വിലയിരുത്താൻ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. അതിനാൽ ഇന്ത്യയുടെ പിന്തുണ ഇറാന് അത്യന്തം പ്രധാനമാണ്. ഇറാന്റെ പ്രസ്താവന ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ടതല്ല, അത് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന വികസന രാജ്യങ്ങളെ എല്ലാം ലക്ഷ്യമിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും യൂറോപ്പും പലപ്പോഴും മനുഷ്യാവകാശം, ജനാധിപത്യം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മറ്റു രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താറുണ്ട്. എന്നാൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുമ്പോൾ അവർ നയം മാറ്റുന്നു എന്ന വിമർശനം ഏറെക്കാലമായി നിലനിൽക്കുന്നു. ഇറാൻ ഈ വികാരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പാശ്ചാത്യ ശക്തികൾ വിശ്വസിക്കാവുന്ന പങ്കാളികളല്ല എന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് വിവരയുദ്ധത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് യുദ്ധങ്ങൾ തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രം നടക്കുന്നതൊന്നല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങൾ വഴിയും അത്ര തന്നെ ശക്തമായ ആയുധങ്ങളാക്കി യുദ്ധത്തെ അവർ മാറ്റാറുണ്ട്. ഇറാൻ ഈ പ്രസ്താവനയിലൂടെ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുക, പാശ്ചാത്യ കൂട്ടുകെട്ടിൽ ഭിന്നത സൃഷ്ടിക്കുക, തങ്ങളെ നീതിക്കായി പോരാടുന്ന ശക്തിയായി ചിത്രീകരിക്കുക എന്നിങ്ങനെ 3 കാര്യങ്ങൾ നേടാനാണ് ശ്രമിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ ലോകരാഷ്ട്രീയം പാശ്ചാത്യം വേഴ്സസ് ഗ്ലോബൽ സൗത്ത് എന്ന പുതിയ വിഭജനത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യം ഈ സംഭവങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.